മക്കളെ, നമ്മുടെ 2024 നീറ്റ് എക്സാം വല്ലാത്ത രീതിയിൽ നമ്മളെ പലരെയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതായത് എക്സാം കഴിയുന്നവർ നമ്മൾക്ക് ഓക്കെ ആയിരുന്നു. എക്സാം കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ എവിടേക്കൊക്കെയോ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് എന്നൊക്കെ കേട്ടപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായി. പക്ഷെ റിസൾട്ടോട് കൂടെ തന്നെ നമ്മളെല്ലാവരും ആകെപ്പാടെ മൈൻഡ് ഡിസ്റ്റർബ്ഡായി. നന്നായിട്ട് പഠിച്ചുകൊണ്ട് നല്ല സ്കോർ വാങ്ങിച്ച ആൾക്കാരുണ്ട്, ഒപ്പം ബോർഡർ ലൈനിലിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ആദ്യത്തെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നല്ല സ്കോർ വന്നിട്ടും ആ ദിവസം നമുക്ക് നമ്മുടേതല്ലാതെ പോയിട്ട് ചെറുതായിട്ട് ചിലപ്പോഴും ഒരു ക്വസ്റ്റനോ 2 ക്വസ്റ്റനോ കാരണം നമ്മുടെ റാങ്ക് പിന്നിലേക്ക് പോയ ആളുകളുണ്ട്. ചിലപ്പോൾ ആ ടൈം ഉപയോഗപ്പെടുത്താതെ നമുക്ക് പെടുത്താൻ പറ്റാതെ പോയ ആളുകളെല്ലാം ഉണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ഇതിനിടയിൽ ഒരു പ്രശ്നം പറയാം. സത്യം പറഞ്ഞാൽ നമ്മളെ കുറച്ച് കുട്ടികളൊക്കെ കൂടെ ഇങ്ങോട്ട് വന്നിട്ട് അവർ വീണ്ടും പഠിക്കാൻ തുടങ്ങി. മാർക്ക് സ്കോർ ചെയ്ത കുട്ടികൾ വരെ പഠിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അഥവാ വന്നാലോ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു ചോദ്യം ഇപ്പോഴും ആർക്കും ഉത്തരം കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു തീരുമാനം ആവാതെ എന്ത് സംഭവിക്കും. ഇതെന്നെ നമ്മളെല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8-ാം തീയതി സുപ്രീം കോടതിയിൽ 30ഓളം കേസുകൾ പരിഗണനയിലുണ്ട്. ഇപ്പോൾ തന്നെ ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷമുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ അടുത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലുള്ള ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രാജ്യം മുഴുവൻ സ്തംഭിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. വിദ്യാഭ്യാസം വല്ലാത്ത രീതിയിൽ എല്ലാ പ്രശ്നങ്ങളും നമ്മളിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ കടന്നു പോവുക. സത്യം പറഞ്ഞാൽ ചില കുട്ടികൾ വിളിക്കും, അല്ല സാറേ റീനീറ്റിന് പഠിക്കണോ, സാറേ റീനീറ്റ് ഉണ്ടാവില്ലല്ലോ. നമുക്ക് ആർക്കും തീരുമാനം പറയാം. നമ്മുടെ ആരുടെയും കയ്യിലിരിക്കുന്ന ഒരു കാര്യമല്ല ഈ റീനീറ്റ് കാര്യങ്ങൾ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം ഞാൻ നമ്മുടെ കുട്ടികളിൽ നിന്ന് തന്നെ പറയാം. വെറുതെ എന്തിനാ ദൂരത്തൊന്നും പോകണ്ടല്ലോ. നമ്മുടെ JPSൽ നല്ല സ്കോർ വാങ്ങിച്ച കുട്ടികളും നിങ്ങൾക്കറിയാം, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ട് 711 701 വരെ വെറും 224 കുട്ടികളിൽ നിന്ന് ഇത്രയും വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ JPSന് ഈ വർഷം സാധിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ നല്ല സ്കോർ വാങ്ങിച്ച കുട്ടികളും ഇനി 600ഉം 580ഉം 610ഉം 640ഉം 650 ഒക്കെ കിട്ടിയ ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇവരെല്ലാവരും റീനീറ്റ് എന്നുള്ള രീതിയിൽ പഠിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നിങ്ങളെന്താ ഒന്നും പഠിക്കില്ലേ ചോദിക്കുമ്പോൾ, സാറേ മടുത്ത്. എന്താടാ മടുക്കുക, നിങ്ങൾക്ക് പഠിക്കരുത്, 8-ാം തീയതി കൊണ്ട് തീരുമാനമാവുന്നവരെ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൂടെ. സാറേ ആവുന്നില്ല, എല്ലാം കൂടെ മടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അത്രേ ആഗ്രഹിച്ച് തന്നെ തുടങ്ങിയത്. പക്ഷെ ഇതൊരു തീരുമാനമാവാതെ എത്രയാണെന്ന് വെച്ചിട്ടാണ് സാറേ പഠിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ അവർ ചോദിച്ചതിൽ വലിയ കാര്യം തന്നെയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പം മടുക്കാനായിട്ടില്ല. നിങ്ങൾ ഈ കഴിഞ്ഞ മെയ് 5 വരേക്ക് നിങ്ങൾ ആരും മടുത്തിട്ടില്ലല്ലോ. അതുവരേക്കും നിങ്ങൾ കഷ്ടപ്പെട്ട കുട്ടികൾ തന്നെയല്ലേ. അങ്ങനെ ആണെങ്കിൽ ഇനി കുറച്ച് ദിവസം കൂടെ, അല്ലെ കൂടിപ്പോയ 4 ദിവസവും കൂടെ മക്കളെ പ്ലീസ്, നിങ്ങൾ ആരും മടുക്കാനായിട്ടില്ല. നമ്മളാരും മടുക്കാനായിട്ടില്ല. നമ്മളിപ്പോഴും അതുവരേക്ക് നമ്മൾ വായിക്കണം, അതുവരേക്ക് നമ്മൾ വായിച്ചുകൊണ്ടേ ഇരിക്കണം. ഇനി അന്ന് ഇല്ലയെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, മാർക്ക് കൂടുതലുള്ള കുട്ടികൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാമല്ലോ. അതല്ല, അന്ന് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുറച്ച് വിഷമം അന്ന് ഉണ്ടാവേണ്ടതില്ല. ഇപ്പം മുതലേ നമ്മൾ നമ്മുടെ മൈൻഡിനെ പാകപ്പെടുത്തുക. ഇനി ഓക്കെ, കുറച്ച് മാർക്കിലും 1 മാർക്കിലും 2 മാർക്കിലും എനിക്ക് നഷ്ടപ്പെട്ടു പോകും ചിന്തിക്കുന്ന ആളുകളോട്, നമുക്ക് വീണ്ടും ഇനിയൊരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വീണ്ടും നമ്മൾ തകർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. എന്തായാലും അതുവരേക്ക് പഠിക്കൂ, പഠിക്കാതിരിക്കല്ലേ. ഇതെല്ലാ കുട്ടികളും ഫേസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അല്ലാതെ ഏതൊരാൾക്കും ബുക്ക് തുറന്നിരുന്ന് കഴിഞ്ഞാൽ മുഴുവൻ സമയം ഞാൻ അന്ന് പഠിച്ചതുപോലെ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടൊന്നും ടെൻഷൻ ആവണ്ട. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നിങ്ങൾ ചിലപ്പോഴും ഒരു 630, 620, 610 ആയിപ്പോയി. നിങ്ങൾക്ക് എന്തുകൊണ്ട് ശ്രമിച്ചുകൂടെ ഒരു തവണയും കൂടെ? നിങ്ങൾ അന്ന് കഷ്ടപ്പെട്ട അതേ എഫേർട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു തവണയും കൂടെ എടുത്തുകൂടാ? ലൈഫിൽ എടുക്കുന്ന തീരുമാനം ഇത് നിങ്ങളുടെ ജീവിതമാണ്. പിന്നെ മുന്നോട്ടേക്ക് നിങ്ങൾ എന്ത് പ്രൊഫഷനിലെത്തും, നിങ്ങൾ എന്താവണം എന്നുള്ള തീരുമാനം. ആ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട് 1 ഇയർ മാറ്റിയൊക്കെ എത്ര ബുദ്ധിമുട്ടുണ്ടോ? ഇനി 2024 നീറ്റല്ല, 2025 നീറ്റാണ് നടക്കാൻ പോകുന്നെങ്കിലും അതിന് വേണ്ടിയിട്ട് ഇരുന്ന് കഷ്ടപ്പെട്ടൂടെ? ഇനി 24 നീറ്റ് നടക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒന്നും വേസ്റ്റ് ആയി പോവില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ പ്രിപ്പയർ ചെയ്യടാ, പഠിക്കും നന്നായിട്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആരൊക്കെയോ 1, 2, 3 പേര് മാത്രമേ ഉണ്ടാവും. അല്ലാതെ കുറേ ആളൊന്നും നിങ്ങൾ വലിയ നല്ലതായി കാണണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ചുറ്റിലും നിൽക്കുന്നതിൽ കുറച്ചാൾ മാത്രമേ നമ്മൾ അടിപൊളിയാവണം, നമ്മൾ നല്ല റിസൾട്ട് ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴുകുക. ഇതെല്ലായിടത്തിലുള്ള കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. ലൈഫ് അങ്ങനെയാണ്. നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ പകച്ചു നിന്ന് കഴിഞ്ഞാലേ നമ്മൾ തോറ്റു ലൈഫിൽ. അതുകൊണ്ട് പ്ലീസ് മക്കളെ, ഞാൻ ഈ പറയുന്നത് ആരതും മോശത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, നിങ്ങളുടെയൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പഠിക്കാൻ എല്ലാവരും തുടങ്ങണം. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. വെറുതെ ചുമ്മാ പാനിക് ആവരുത്. ആ സിറ്റുവേഷനിൽ അപ്പം ഇരുന്നുകൊണ്ട് കരഞ്ഞിട്ട് കാര്യമില്ല. സോ പ്ലീസ് എല്ലാവരും ഒന്നും കൂടെ, ഇനി കുറച്ച് ദിവസം കൂടെ ഒന്ന് നോക്ക്, പഠിക്കാൻ തുടങ്ങും. പിന്നെ വെറുതെ ടെൻഷൻസ് ഇന്ന് ആലോചിക്കേണ്ട, അയ്യോ എനിക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. നിങ്ങളെല്ലാവരും കഴിവുള്ള കുട്ടികളാണ്. നന്നായിട്ട് വർക്ക് ചെയ്യണം, നല്ല റിസൾട്ട് ഉണ്ടാക്കുക. കാണാം നമുക്ക് എന്തായാലും. ഓക്കെ മക്കളെ.